ഹായ് ഫ്രണ്ട്സ്, Urcreationസിൻ്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എഗ്ഗ് കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില്ലി എഗ്ഗ് എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എഗ്ഗ് വെച്ച് പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഗ്ഗ് സ്റ്റീം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് കറക്റ്റ് ക്യൂബ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൊത്തി പൊരിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചില്ലി എഗ്ഗ് തയ്യാറാക്കാൻ നമുക്ക് നോക്കി വന്നാലോ. ചില്ലി എഗ്ഗ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിക്കാം. ഒരു വിസ്ക് വെച്ച് യോജിപ്പിച്ചാൽ നമുക്ക് കട്ടയില്ലാതെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ എണ്ണ തടവി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ലതുപോലെ എണ്ണ തടവി കൊടുക്കുകയാണ്. ഞാൻ ഈ എഗ്ഗ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് ഒരു ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഞാനിവിടെ സ്റ്റീമറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ പ്ലേറ്റിലേക്ക് എഗ്ഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീമർ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വളരെ കുറച്ച് സമയം മാത്രം വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. എഗ്ഗ് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. മസാല തയ്യാറാക്കുന്നതിനായിട്ട് പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് ഇഷ്ടം ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള 4 എണ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൻ്റെ മുകളിലൂടെ തൂവി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി നുറുക്കിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ക്യാപ്സിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നീളത്തിലും വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ക്യാപ്സിക്കം നല്ലതുപോലെ ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ആദ്യം ഞാൻ ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ഇല്ല, റെഡ് ചില്ലിയാണ് വീട്ടിലുള്ളത് വെച്ചെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സോയാ സോസിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കണുള്ളൂ. ചില്ലി ഫ്ലാക്സും അതുപോലെ തന്നെ പെപ്പറും മാത്രമേ ചേർക്കണുള്ളൂ. മസാല മിക്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മസാല കംപ്ലീറ്റായി എഗ് ക്യൂബ്സിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ലാസ്റ്റ് ഫ്രൈ ചെയ്യണയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ മല്ലിയില തൂവി കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ലതുപോലെ ഒരു 5 മിനിറ്റ് ഇതിന് ശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ചില്ലി എഗ്ഗ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ക്യൂബ് ഷേപ്പ് മാറാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.